സുഹൃത്തുക്കളെ, നമ്മുടെ ശശികലയും ടീമൊക്കെ RV ബാബു ഒക്കെ നമ്മുടെ VD സതീശനെ കാണാൻ പോയിരിക്കുന്നു. നിങ്ങളാരും അറിഞ്ഞില്ലേ? ഇവിടെ കുറെ മുസ്ലിം ലീഗരെ കണ്ടല്ലോ. അവന്മാരെ പൊട്ടിത്തെറിയെന്ന് ഞാൻ കേട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം കേട്ടോ. ന്യൂനപക്ഷ കരച്ചിലൊന്നും കേൾക്കാനില്ലെന്നേ. മറ്റേ ന്യൂനപക്ഷ കരച്ചിലൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ആട്ടി പുറത്താക്കിയ ഒരു ടീമാണ് VD സതീശന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത്. VD സതീശന് എന്തൊരു പ്രമേയവും മറ്റെന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് KP ശശികലവും സംഘവും ആവശ്യങ്ങൾ അനുഭാവത്തോടെ കേട്ടുവെന്ന് RV ബാബു. RV ബാബു ആരാന്നൊക്കെയാ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചത് ഇടതുപക്ഷമാണ്. ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കാണാൻ സാധിക്കില്ല ഇതുപോലുള്ള വർഗീയ ശക്തികൾ പിണറായി വിജയന്റെ ഒപ്പം നിന്ന്, അല്ലെങ്കിൽ പിണറായി വിജയന് ഞങ്ങളുടെ സോക്കോള് തീവ്ര ഹിന്ദുക്കളുടെ കാര്യങ്ങൾ കൂടി താങ്കളൊന്ന് പഠിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്ന ഒരു നിവേദനം കൊടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കഴിഞ്ഞ 10 വർഷം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതാണ് പിണറായി വിജയൻ, അതാണ് LDF ഗവൺമെന്റ്. സംഘികളെ, തീവ്രവാദികളെ തീർച്ചയായിട്ടും അകറ്റി നിർത്തുന്ന പരിപാടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതേപോലെ ഈ ഒരു ടീമിനെ ആ പരിസരത്ത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. എന്നാൽ ഇപ്പൊ അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു വാർത്തയെ ആക്കില്ല, ആരും വാർത്തയാക്കില്ല എന്നുള്ളതാണ്. എന്തായാലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മറ നീക്കിയിട്ട് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഡീലുകളൊക്കെ മറ നീക്കിയിട്ട് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോ സൈഡില് ആ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. വേണച്ചെങ്കിൽ ഒന്ന് കാണിച്ചു തരാന്നേ. ഇതാ കണ്ടില്ലേ എങ്ങനെയുണ്ട്? RV ബാബു ഉണ്ട്, ശശികലയുണ്ട്, അങ്ങനെ എല്ലാ ടീമുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് RV ബാബു തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു നേതൃസമ്മേളനത്തിൽ സംഘടനാ നേതാക്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം. കൃത്യമായിട്ട് കേൾക്കണേ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു നേതൃസമ്മേളനത്തിൽ സംഘടനാ നേതാക്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നൽകി. ഇങ്ങനെ ഒരു സംഘി നിവേദനം നമ്മുടെ പിണറായി വിജയന് മുമ്പിലേക്ക് വന്നതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ധൈര്യത്തില് വൃത്തിയായിട്ട് കമന്റ് അടിക്കും സുഹൃത്തുക്കളെ. ഉണ്ടോ നോക്കി. ഇല്ല, അതുകൊണ്ട് ആ കമന്റ് ഉണ്ടാവില്ല എന്ന് എനിക്കെല്ലാം ഉറപ്പാണ്. എന്തായാലും ഉന്നയിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം ആവശ്യങ്ങളോടും അനുഭാവപൂർണമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പഴയ സൗഹൃദം പുതുക്കാൻ പോയതാന്നൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മളത് വിശ്വസിക്കരുതേ. പണ്ടെങ്ങാണ്ട് ഏതൊരു ഹിന്ദു സംഘടനയുടെ പരിപാടിക്ക് പങ്കെടുത്തിട്ട് ഗുരുജിയുടെയോ ഗോൾവർക്കറിന്റെയോ ഒക്കെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്നത് VD സതീശൻ തന്നെയല്ലേ എന്ന് ഒരു വർണ്ണത്തിൽ ആശങ്ക ഉണ്ടമ്മക്ക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ അത് VD സതീശനല്ല? അന്ന് AI ഒന്നും അത്ര ശക്തല്ല. ഇനിയിപ്പോ തലങ്ങ വെട്ടിവെച്ചതാണോ? അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ആരോപണങ്ങളല്ല, അങ്ങനെയൊക്കെ ഉത്തരങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ RV ബാബു തന്നെ ഒരിക്കൽ VD സതീശൻ മേനോനെ വെല്ലുവിളിച്ചിരുന്നു. നിങ്ങൾ ഞങ്ങളെ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന് നട്ടല്ലോട് കൂടി പറയാൻ ധൈര്യമുണ്ടോ എന്ന്. പ്രതികരിച്ചില്ല പോലും VD സതീശൻ മേനോൻ, മിണ്ടിയില്ല പോലും VD സതീശൻ മേനോൻ. അത് ഉത്തരമില്ലാത്തോണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്തിനാണ് RV ബാബുവിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണേ എന്നൊരു പുച്ഛഭാവമായിരുന്നു അത്രേ അന്ന് VD സതീശൻ മേനോൻ ഉണ്ടായത്. എന്ത് ചെയ്യാൻ പറ്റൂല സുഹൃത്തുക്കളെ, പാവം. എന്തൊക്കെയായാലും ക്ഷമാപൂർവം അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അനുകൂലമായി പ്രതികരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ RSSകാരെ, സംഘികളെ, നിങ്ങളെ എന്നാ പരിപാടി ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒരു മൗനം സമ്മതം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. കാരണം നിങ്ങളൊക്കെ കാരണമാണല്ലോ ഞാനവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം എന്നൊക്കെ വിചാരിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയായാലും ശ്രീമതി KP ശശികല ടീച്ചർ എന്ന് അവർ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ശ്രീ സുബ്രഹ്മണ്യൻ മൂസദ്, ശ്രീ മോഹൻ ത്രിവേണി, പ്രൊഫസർ ഗോപിനാഥൻ, ശ്രീ KV ശിവൻ, ശ്രീ സുശികുമാർ, ശ്രീ K പ്രഭാകരൻ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന നൃത്തക്കം ഒന്ന് കണ്ടോക്കിന്റെ സുഹൃത്തുക്കളെ. അടിപൊളി.
ഈ KP ശശികലയ്ക്കെതിരേക്കൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച ഒരാളാണ് നമ്മുടെ VD സതീശൻ മേനോൻ. ഘോരഘോരം പ്രസംഗിച്ചിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. അതാ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഇല്ല എന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയായാലും ഈ ഒരു ഫോട്ടോ വന്നതിന് ശേഷം നമ്മുടെ ലീഗുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. കാരണം KP ശശികലയെ അംഗീകരിക്കുന്ന ആളുകളല്ല, RV ബാബുവിനെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന ആളുകളല്ല, അല്ലേ? അങ്ങനെ ഇരിക്കെ എന്താണ് അവർക്കൊക്കെ പറയാനുള്ളത്? എൻ്റെ പൊന്നോ, ലീഗുകാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോ ഇടതുപക്ഷക്കാർ മാത്രമാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലീഗുകാർക്ക് അയച്ചു കൊടുക്കണം. കാരണം ഇങ്ങനത്തെ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ ഉത്തരം എന്തെന്ന് അറിയാനൊരു താല്പര്യം കേരളത്തിനുണ്ട്. VD സതീശൻ മേനോൻ RSSുമായിട്ട്, തീവ്ര ഹിന്ദുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അവരേതോ ഒരു നിവേദനം നമ്മുടെ VD സതീശൻ മേനോന് കൊടുത്തിരിക്കുന്നു. ആ നിവേദനത്തിൽ എന്തൊക്കെയാണുള്ളത് അറിയേണ്ടതല്ലേ? വേണ്ടതല്ലേ? കേരളം അറിയേണ്ടതാണ്. ആ നിവേദനത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ നടത്തിത്തരണമെന്നാണ് നിവേദനത്തിൽ VD സതീശനോട് പറഞ്ഞിരിക്കുന്നത്. സോറി, VD സതീശൻ മേനോനോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നടത്തിത്തരണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് എന്തൊക്കെയാണ്, എന്തിനാണ്, അത് എങ്ങനെയാണ് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷിത അവസ്ഥയെ ബാധിക്കുക, സാമൂഹിക ആനന്ദകരമായി ജീവിക്കുന്ന ഈ ഒരു സുന്ദരമായ കേരളത്തിന്റെ ഈ ഒരു അവസ്ഥയെ, സമാധാനപൂർണമായിട്ടുള്ള ഈ അവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ജനങ്ങൾ അറിയണ്ടേ? അതിനി എങ്ങാനും ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അതറിയണ്ടേ? ഇനി അതുമല്ല, എങ്ങാനും നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ടോ എന്ന് അറിയണ്ടേ? നമ്മുടെ ചരിത്രം വളച്ചൊടിക്കാനുള്ള വല്ല ഏർപ്പാടും നടത്തണമെന്ന വല്ല ആവശ്യവും അതിലുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ? വേണ്ട സുഹൃത്തുക്കളെ, അറിയണം. എന്താണ് ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചന, അല്ലെങ്കിൽ എന്താണ് ആ ഒരു നിവേദനം എടുത്തുള്ളത്? ആ നിവേദനം ഏതൊക്കെ രീതിയിലാണ് ഇനി VD സതീശൻ മുക്കാഭാഗവും സമ്മതിച്ചു കൊടുത്തു എന്നാ പറയുന്നത്, ഏറിയ കൂറും ഏറിയ പങ്കും സമ്മതിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറിയ പങ്കും സമ്മതിച്ചു കൊടുത്തത് എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്ന് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാർ തീർച്ചയായിട്ടും അറിയണം. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായി എഴുതുകയും പറയുകയും ചെയ്യുന്ന, നിരന്തരം മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങൾ തീവ്രവാദികൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഗുരുവായൂർ അമ്പലത്തിലും മറ്റും മുസ്ലിങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന, അങ്ങനെയുള്ള പ്രസംഗിച്ച് നടക്കുന്ന, ഇവിടുത്തെ പണം മുഴുവൻ, ദേവസ്വത്തെ പണം മുഴുവൻ ഇവിടുത്തെ മുസ്ലിങ്ങളടക്കം ആളുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പ്രസംഗിച്ച KP ശശികല അടക്കമുള്ള ആളുകൾ VD സതീശനെ കാണുമ്പോൾ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാരെങ്കിലും അറിയേണ്ടത് ഒരാവശ്യമാണ്. ഇന്റെ ആവശ്യമാണെന്ന് വിചാരിക്കേണ്ട, അത് മുസ്ലിം ലീഗുകാരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, എന്തേ നിങ്ങൾക്കിപ്പോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ പടിയടച്ച് പിണ്ടം വെച്ച ആളുകള് ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ കാണുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ കരച്ചിലൊന്നും ഇപ്പൊ വരുന്നില്ലല്ലോ എന്ന് ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു കൂടിക്കാഴ്ച RV ബാബുവും KP ശശികല അടക്കമുള്ള ഇവരുടെ ഒരു കൂടിക്കാഴ്ച നമ്മുടെ സഖാവ് പിണറായി വിജയനുമായിട്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പുകിലുകൾ? നമ്മുടെ റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള ആളുകൾ എന്തൊക്കെ രീതിയിലുള്ള വാർത്തയായിരിക്കും കൊടുക്കുക? നമ്മുടെ ബിഗ് TV, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി എന്നീ ചാനലുകളെല്ലാം എന്തൊക്കെയായിരിക്കും വാർത്തകൾ ഇവിടെ ഉണ്ടാക്കി പടച്ചു വിടുക? ഇപ്പൊ ഒരൊറ്റ ചാനലിൽ പോലും ഇതൊരു ന്യൂസായിട്ട്, ഒരു ചെറിയ കുഞ്ഞു ബൈറ്റ് ന്യൂസ് ആയിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊന്നും ചർച്ചയാക്കാത്തത്? നമ്മുടെ സാമൂഹിക അന്തരീക്ഷ, സമാധാന അന്തരീക്ഷത്തെ തകർക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം പോലും പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഉത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അവർക്കാണ്, ഘടകകക്ഷികൾക്കാണ്. അത്തരം ആളുകൾ ഇത് കേൾക്കണം. ഇതെന്റെ കൺസേൺ കൊണ്ടാണ് പറയുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൺസേൺ കൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നത്, വേറെ ഒന്നുമേയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.
ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതെന്തോ ഇലക്ഷന് മുമ്പ് ഈ BJP-ക്കാരുമായിട്ട് ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും വിശ്വസിക്കാൻ തരമായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ലെന്നേ. അതുകൊണ്ട് നമുക്കതൊക്കെ കണ്ട് ഒഴിവാക്കാം അല്ലേ? ബൈ.